പണികളുടെ ഇടയ്ക്ക് നമ്മളൊരു കാര്യം മറന്നു പോകുന്നുണ്ട്. നമ്മൾ തന്നെ മറന്നു പോകാറുണ്ട് അല്ലേ? ഹലോ ഹായ്, എല്ലാവർക്കും എൻ്റെ പേജിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതിൽ വീഡിയോ ഡേ ഇൻ മൈ ലൈഫാണ്. 2-3 ദിവസത്തേക്ക് വീഡിയോ ഒക്കെ ആയിരിക്കും ഒന്നിച്ചിടുന്നത്. പക്ഷേ ഞാൻ പറയുന്ന വാക്കുകൾ മോട്ടിവേഷനാണ് കേട്ടോ. ഒരാൾക്കെങ്കിലും മോട്ടിവേഷൻ കിട്ടുവാണെങ്കിൽ വളരെ സന്തോഷമായിരിക്കും. അതുകൊണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യാൻ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്, നമ്മൾ മറന്നു പോകുന്നൊരു കാര്യം നമ്മളെ തന്നെ മറന്നു പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ് ഇനിയുള്ള വീഡിയോയിലേക്ക് ഞാൻ പറയാൻ പോകുന്നത്. സെൽഫ് കെയറിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് കേട്ടോ. സെൽഫ് കെയർ ചെയ്യുമ്പോൾ നമുക്ക് എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സ്ട്രെസ്സ് വളരെ നന്നായിട്ട് റെഡ്യൂസ് ആവുന്നു. അത് നമ്മുടെ മൂഡിനെ നന്നായിട്ടൊന്ന് ബൂസ്റ്റ് ചെയ്ത് എൻഹാൻസ് ചെയ്യുന്നു. അത് നമ്മുടെ ഒരു കോൺഫിഡൻറ്റ് ലെവലിനെ ഒന്ന് കൂട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. നമ്മുടെ മെൻറ്റൽ ഹെൽത്ത് ഇഷ്യൂവിനെ നന്നായിട്ടൊന്ന് കുറയ്ക്കാനും നമ്മളെ മെൻ്റലി നല്ല ഫിറ്റാക്കി വയ്ക്കാനും ഫിസിക്കലി ഫിറ്റാക്കി വയ്ക്കാനും ഒക്കെ സഹായിക്കുന്നു. അപ്പോൾ അതുമാത്രമല്ല, നമ്മുടെ പ്രൊഡക്ടിവിറ്റിയും നമ്മുടെ ഫോക്കസൊക്കെ ഇൻക്രീസ് ചെയ്യാനും വളരെ നല്ലതാണ്. നമ്മുടെ റിലേഷൻഷിപ്പിനെ നന്നായിട്ട് ഒരു ഹാപ്പി മൂഡിൽ വയ്ക്കാൻ വേണ്ടിയും സഹായിക്കുന്നു. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ സെൽഫ് കെയർ ചെയ്യേണ്ടത്? സെൽഫ് കെയർ ചെയ്യുമ്പോൾ നമുക്ക് പല അസുഖങ്ങളും മാറ്റിയെടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ സെൽഫ് കെയറിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡഡ് എന്നറിയാമോ? സെൽഫ് കെയറിൽ ഹെൽത്തി ഫുഡാണ് ഇൻക്ലൂഡഡ്. ഫസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹെൽത്തി ആയിട്ട് ഫുഡ് കഴിക്കുക. നമ്മൾ അൺഹെൽത്തി ഫുഡൊക്കെ മാറ്റിയിട്ട് നല്ല രീതിയിൽ നല്ല ഒരു ക്വാളിറ്റിയിൽ ഒരു നല്ല ക്വാണ്ടിറ്റിയിൽ വേണം ഫുഡ് കഴിക്കാൻ. അപ്പം അതുമാത്രമല്ല, ഒരു ഉറക്കം, ഒരു 7 മണിക്കൂർ നല്ല രീതിയിലുള്ള ഉറക്കം, അതും കൂടി മെയിനാണ്. ഉറക്കം കൂടി ഉണ്ടെങ്കിലേ നമുക്ക് നമ്മുടെ സ്ട്രെസ്സൊക്കെ കുറയ്ക്കാൻ പറ്റത്തുള്ളൂ, നമ്മുടെ വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ, നമുക്ക് ഹെൽത്തി ആയിട്ടിരിക്കാൻ പറ്റത്തുള്ളൂ. നമുക്ക് ഉറക്കം ശരിക്കില്ലെങ്കിൽ അത് നമ്മളെ ഓവറായിട്ട് സ്ട്രെസ് ചെയ്യുന്നു. നമുക്കൊരു പ്രൊഡക്റ്റീവ് മോർണിംഗ് കാണില്ല, നമുക്ക് വെയിറ്റ് ഗെയിൻ ഉണ്ടാവും, ഹോർമോണൽ ഇഷ്യൂസ് ഉണ്ടാവും, അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാവും. നമ്മളെ തന്നെ കുറേ ആക്ടിവിറ്റിയിൽ എൻഗേജ് ചെയ്യാൻ നോക്കണം. നമുക്ക് ഹാപ്പി ആയിട്ട് തോന്നിക്കുന്ന പല ആക്ടിവിറ്റിയിൽ നമ്മളെ തന്നെ എൻഗേജ് ചെയ്യണം. പിന്നെ നമുക്ക് പറ്റുവാണെങ്കിൽ നമുക്ക് പുറത്ത് പോയി സംസാരിക്കാൻ പറ്റുവാണെങ്കിൽ നമുക്ക് നല്ല ഫ്രണ്ട്സുമായിട്ട്, ഇപ്പോൾ കുട്ടികളുള്ള അമ്മമാരാണെങ്കിൽ അവർക്ക് സ്കൂളിൽ കുറേ ഫ്രണ്ട്സൊക്കെ കാണില്ലേ, അങ്ങനെ നല്ല ആൾക്കാരുമായിട്ട് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്ന ഒരാൾക്കാരുമായിട്ട് നന്നായിട്ട് പോസിറ്റീവ് തിങ്കിങ് മാത്രമല്ല, ലൈഫിൽ എങ്ങനെ ഗ്രോ ആവണം എനിക്ക് ചിന്തിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അവരുമായിട്ട് നന്നായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക, അവരുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ചെയ്യുക, പുതിയ കാര്യങ്ങളൊക്കെ പഠിക്കാനും. അതേപോലെ തന്നെ നമ്മുടെ കുട്ടികൾ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ കുറേ കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പറ്റി നോളേജൊക്കെ നമുക്ക് കിട്ടുന്നതും വളരെ നല്ലതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് പോസിറ്റീവായിട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ പറയാൻ, ഗ്രാറ്റിറ്റ്യൂഡ്, നമ്മളെ പറ്റി നല്ല കാര്യങ്ങൾ ഒരു ബുക്കിൽ എഴുതുക, നമ്മളെ പറ്റി പുകഴ്ത്തി പറയുക. മീൻസ് വേറെ ആൾക്കാരുടെ മുന്നിലല്ല, കണ്ണാടിയുടെ മുന്നിൽ നമ്മളെപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുക. മെഡിറ്റേഷൻ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ വീട്ടിലെ ജോലികളും, അതേപോലെ തന്നെ ഓഫീസിലെ ജോലിയാണെങ്കിൽ അതും, പിന്നെ അത് കഴിഞ്ഞ് പിള്ളേരുമായിട്ടുള്ള ഒരു ടൈം, ഇതെല്ലാം കൂടി സെൽഫ് കെയർ ഇതെല്ലാം കൂടി ബാലൻസ് ചെയ്യാൻ പറ്റണം. അതിന് വേണ്ടി നമ്മളിത് ചെയ്തിരിക്കണം കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്, സെൽഫ് കെയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ സെൽഫ് കെയർ ചെയ്യുമ്പോഴേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ മുകളിലുള്ള ഒരു കോൺഫിഡൻറ്റ് ലെവൽ കൂടും, നമുക്കൊരു പ്രൊഡക്ടിവിറ്റി കൂടും, നമുക്ക് എല്ലാം കറക്റ്റ് ടൈമിന് ചെയ്യാൻ പറ്റും, എല്ലാം നന്നായിട്ട് ചെയ്യാൻ പറ്റും, നമുക്ക് ഒരു നല്ല ഹാപ്പി ആയിട്ട് നമുക്കിരിക്കാൻ പറ്റും. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട ടൈം മാനേജ്മെൻ്റ് ആണ്. രാവിലെ പറ്റുവാണെങ്കിൽ ഇച്ചിരി പെട്ടെന്ന് എണീക്കുക, അല്ലെങ്കിൽ രാത്രി തന്നെ പ്രീ മീൽ പ്രിപ്പറേഷനൊക്കെ ചെയ്ത് വയ്ക്കുവാണെങ്കിൽ നമുക്ക് ഒത്തിരി ടൈമൊക്കെ കിട്ടും കേട്ടോ. പിന്നെ സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ ഒരു 2-3 മണിക്കൂറിന് പോവുകയാണെങ്കിൽ, ചെറിയ പിള്ളേരൊക്കെ ആ സമയത്തൊക്കെ നമുക്ക് ചെയ്യാൻ നോക്കണം. നമുക്ക് സാറ്റർഡേ സൺഡേ കിട്ടുന്ന സമയത്ത് നമ്മൾ സിനിമ തന്നെ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ സീരിയൽ കണ്ടുകൊണ്ട് തന്നെ നമുക്ക് ഒരാഴ്ചത്തേക്കുള്ള സ്നാക്സൊക്കെ ഉണ്ടാക്കി വെക്കാം, നമുക്ക് പച്ചക്കറികളൊക്കെ അരിഞ്ഞ് വെക്കാം. അങ്ങനെയൊക്കെ നമുക്ക് സമയം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇച്ചിരി ടൈം എടുക്കും, കാരണം ഓരോരോ ആൾക്കാരുടെ വീട്ടിൽ ഓരോ രീതിയിലാണ്. അപ്പോൾ അതനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ ഇച്ചിരി പാടാണ്, അതെനിക്ക് നന്നായിട്ട് അറിയാം കേട്ടോ. അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് പതുക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് സെൽഫ് കെയർ റൂട്ടീൻ സ്റ്റാർട്ട് ചെയ്യണം. കാരണം നമുക്ക് നമ്മളെ നല്ല ഇമ്പോർട്ടൻസ് നമ്മൾ തന്നെ കൊടുക്കണം, വേറെ ഒരാളും അങ്ങനെ തരില്ല. നമുക്ക് നമ്മളെ തന്നെ കോൺഫിഡൻറ്റ് ലെവൽ കൂട്ടി നമുക്ക് നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അപ്പം ഞാൻ ഇനിയും നല്ല വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരുമായിരിക്കും. അതിനുവേണ്ടി താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ നൈസ് ഡേ.